നമസ്കാരം. നമ്മളിന്ന് DLED കലാപഠനത്തിൻ്റെ 2ാം സെമസ്റ്ററിലെ 2ാമത്തെ യൂണിറ്റ് ആരംഭിക്കുകയാണ്. ഈ യൂണിറ്റിൻ്റെ പേര് വാദ്യവും ഗീതവും എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പാഠഭാഗം സംഗീതവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങളാണ് നമ്മളുമായി ചർച്ച ചെയ്യുന്നത്. ഇതിൽ വിവിധ സംഗീത രൂപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, സംഗീതത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് പറയുന്നുണ്ട്, വ്യത്യസ്തമായ സംഗീത ഉപകരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, കുട്ടികളും സംഗീതവുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളുടെ പഠന രീതിയിൽ, ബോധനശാസ്ത്രത്തിൽ സംഗീതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പഠന നേട്ടങ്ങളെന്ന് പരിശോധിച്ചാൽ, വിദ്യാഭ്യാസത്തിൽ കലയുടെയും സംഗീതത്തിൻ്റെയും പ്രാധാന്യവും പ്രസക്തിയും തിരിച്ചറിയുന്നു, വ്യത്യസ്തമായ സംഗീത ശാഖകൾ പരിചയപ്പെടുന്നു, ആലപിക്കുന്നു, നാടൻ പാട്ടുകൾ, ശാസ്ത്രീയ സംഗീതം എന്നിവ വേർതിരിച്ചറിഞ്ഞ് അധ്യാപനശേഷി കൈവരിക്കുന്നു, പാഠപുസ്തകങ്ങളുടെ കവിതകളുടെ അവതരണം എങ്ങനെയായിരിക്കണം എന്ന് ധാരണയുണ്ടാക്കുന്നു, സംഗീതത്തിലെ സാങ്കേതിക കാര്യങ്ങളായിട്ടുള്ള നാദം, ശ്രുതി, താളം തുടങ്ങിയ കാര്യങ്ങളിൽ ചെറിയ ചില ധാരണകൾ സൃഷ്ടിക്കുന്നു, വാദ്യോപകരണങ്ങളെ തിരിച്ചറിയുന്നു, അവ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നു, അവ എങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എല്ലാത്തിനും ഒരു പ്രത്യേകം പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് സംഗീതവുമായി ബന്ധപ്പെട്ട് നൽകുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളും നമ്മളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ആശയങ്ങൾ: സംഗീതപരമായ ബുദ്ധി, വിദ്യാഭ്യാസത്തിൽ സംഗീതകലയുടെ പ്രസക്തിയും സാധ്യതകളും, കേരളത്തിൻ്റെ സമ്പന്നമായ സംഗീത പാരമ്പര്യം, പ്രകൃതിയും സംഗീതവും, വ്യത്യസ്തമായ സംഗീത രൂപങ്ങൾ, കവിതകളുടെ ആലാപനം, ചില സാങ്കേതിക കാര്യങ്ങൾ, വാദ്യോപകരണങ്ങൾ, അനുരൂപീകരണം സംഗീതത്തിൽ. ഇത്തരം പ്രധാനപ്പെട്ട ആശയങ്ങൾ ഈ യൂണിറ്റ് നമ്മളോട് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കേൾക്കുമ്പോൾ പ്രയാസമുണ്ടാക്കുന്ന പോലെയാണ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നതെങ്കിലും വളരെ സിമ്പിളാണ്. നമ്മളുടെ ഒരു മനസ്സിന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ പാഠഭാഗത്തിലുള്ളത്. ഒന്ന് വ്യക്തമായി കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രപഞ്ചം മനുഷ്യന് കനിഞ്ഞു നൽകിയ വരദാനമാണ് സംഗീതമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, സംഗീതം ആസ്വദിക്കാത്തവരായി നമ്മളിൽ ആരുമില്ല, സംഗീതം ഇഷ്ടപ്പെടാത്തവരായും നമ്മളിൽ ആരുമില്ല. നമ്മളുടെ ഒരു പ്രത്യേകത, നമ്മളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചുള്ള സംഗീതമാണ് നമ്മൾ ഇഷ്ടപ്പെടുക. ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങൾ സംഗീതത്തിൻ്റെ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്കിഷ്ടപ്പെട്ട ഒരു സംഗീത രൂപം കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സ് ശാന്തമാവുകയും നമ്മളറിയാതെ അതിലേക്ക് ലയിക്കുകയും ചെയ്യും. ഈ സംഗീതത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയെക്കുറിച്ച് പറയുന്നത് സംഗീതം ആരംഭസ്ഥായിയാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ചിത്രകാരൻ ഒരു ചിത്രം വരച്ചു തുടങ്ങിയാൽ അത് വരച്ച് തീരുമ്പോൾ മാത്രമാണ് നമുക്ക് പൂർണ്ണമായ ആസ്വാദനം സാധ്യമാവുക. കാരണം ചിലപ്പോൾ തുടങ്ങുമ്പോൾ പെൻസിൽ വരകൾ മാത്രമേ കാണൂ, കുറേയേറെ സ്ഥലത്ത് മാത്രം കളർ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ചെയ്ത് ചിലപ്പോൾ മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ, ചിലപ്പോൾ ആഴ്ചകളൊക്കെ എടുത്തിട്ടാണ് ഒരു വർക്ക് ഫിനിഷ് ചെയ്യുക. അത് തീർന്ന വർക്ക്, നമ്മൾ ഫിനിഷായ വർക്ക് കാണുമ്പോഴാണ് അത് നമ്മൾ പൂർണ്ണമായിട്ടും നമുക്ക് ആസ്വദിക്കാനാവുക. സിനിമയും അതുപോലെ തന്നെയാണ്. സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം, അതിൻ്റെ പരിണാമഗുപ്തിയൊക്കെ വരുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായ ആസ്വാദനം സാധ്യം. പക്ഷേ സംഗീതം അങ്ങനെയല്ല. സംഗീതം ഗായകനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ മീട്ടുന്നവരോ അവർ തുടങ്ങുമ്പോൾ തന്നെ, അവർ പാടാൻ വേണ്ടി ആദ്യത്തെ ശബ്ദം അവരുടെ കണ്ടനാളത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മൾക്കത് ആസ്വദിക്കാൻ സാധിക്കുകയും നമ്മളുടെ ശ്രദ്ധ പൂർണ്ണമായി അതിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സംഗീതം ആരംഭസ്ഥായിയായ കലാരൂപങ്ങളിലൊന്നാണ് എന്നാണ് പറയുന്നത്. സംഗീതകലയുടെ ഒരു പ്രത്യേകത, ആലപിക്കുന്ന ഗായകനും ആസ്വാദകനും ശ്രോതാവും ഒരേ തലത്തിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിനെ ആകർഷിക്കുന്ന ഇമ്പമുള്ള ധ്വനികളെ അടിസ്ഥാനമാക്കിയുള്ള ലളിതകലയാണ് സംഗീതം. സംഗീതത്തിൻ്റെ നാദവീചികൾ മനുഷ്യ മനസ്സുകളിൽ അനുരണം ചെയ്യുമ്പോൾ സൃഷ്ടിക്കുന്ന ആനന്ദവും അതിലൂടെ ലഭിക്കുന്ന മനഃശാന്തിയുമാണ് സംഗീതത്തിൻ്റെ പരമമായ ലക്ഷ്യം. സംഗീതം എന്ന പദത്തിന് സമ്യക്കാക്കുന്ന ഗീതം എന്നർത്ഥം. സമ്യക്ക് എന്നാൽ കൂട്ടം എന്നാണ് അതിനർത്ഥം. ഇത് ഉദ്ദേശിക്കുന്നത് ഈണം, താളം, ശ്രുതി, ഭാവം ഇവയൊക്കെ തുലനം ചെയ്യുമ്പോഴാണ് സംഗീതമാകുന്നത്. സംഗീതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളാണ് പറഞ്ഞത്. ഒന്ന് ഈണം, താളം, ശ്രുതി, ഭാവം ഇവയൊക്കെ ചേർന്ന് വരുമ്പോഴാണ് ആ സംഗീത രൂപത്തെ നമുക്ക് ആസ്വദിക്കാനാവുക. സംഗീതം വികാരങ്ങളുടെ ഭാഷയാണ് എന്ന് പറയുന്നു. നമ്മളൊക്കെ എല്ലാവരും തന്നെ കുട്ടിക്കാലത്ത് പാട്ടുപാടുമായിരുന്നു. പാട്ടുപാടാത്ത കുട്ടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ പറയാൻ പറ്റൂ. കാരണം എല്ലാ കുട്ടികളും ചെറിയ പ്രായത്തിൽ
പാട്ട് പാടിയിട്ട്. പക്ഷേ പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് പരസ്യമായി പാടാനുള്ളൊരു ആത്മധൈര്യം നഷ്ടപ്പെടുകയും പാട്ട് നമ്മളിൽ നിന്ന് നമ്മൾ ശ്രോതാക്കളായി മാറുകയും പാട്ടുകാർ അല്ലാതായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. ക്ലാസ് മുറിയിലൊക്കെ മുതിർന്ന കുട്ടികളോട് പാട്ട് പാടാനൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. പക്ഷേ ചെറിയ കുട്ടികൾ അവരോട് പാടാൻ പറഞ്ഞാൽ അവർ അത്യാവശ്യം പാടുകയൊക്കെ ചെയ്യും. യഥാർത്ഥത്തിൽ ബഹുമുഖ ബുദ്ധിയിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സംഗീതപരമായ ബുദ്ധി. സംഗീതപരമായ ബുദ്ധിയുടെ വികാസത്തിന് പാട്ട് പാടുന്നതും പാട്ട് കേൾക്കുന്നതും പാട്ട് ആസ്വദിക്കുന്നതുമൊക്കെ വലിയ ഗുണം ചെയ്യും. യഥാർത്ഥത്തിൽ ബഹുമുഖ ബുദ്ധിയുടെ ഉദ്ദീപനമാണ്, അതിൻ്റെ വികാസമാണ് പഠനം എന്ന് പറയുക. അപ്പോൾ ഈ സംഗീതപരമായ ബുദ്ധി വികസിക്കുന്നതിലൂടെ കുട്ടിക്ക് വലിയ നേട്ടങ്ങൾ, അഥവാ കുട്ടിയുടെ ബ്രെയിനിൽ വലിയ വളർച്ചകൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സംഗീതം പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നർത്ഥം. സംഗീതവുമായി ബന്ധപ്പെട്ട പാഠഭാഗത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സാധനം പ്രകൃതിയും സംഗീതവുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, മനുഷ്യ ചരിത്രത്തോളം പഴക്കമുണ്ട് സംഗീതത്തിന്. പ്രകൃതിയിലെ ഇമ്പമാർന്നതും കൗതുകമുണർത്തുന്നതുമായ ശബ്ദങ്ങൾ കേട്ടും ആസ്വദിച്ചും അനുകരിച്ചുമാണ് സംഗീതമുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ചെറിയ മുളങ്കുഴലിൽ 1-2 ദ്വാരങ്ങളിലൂടെ കാറ്റ് പോകുമ്പോൾ, കാറ്റ് കടത്തിവിടുമ്പോഴുണ്ടാകുന്ന ഒരു ശബ്ദമാധുര്യം, ഓടക്കുഴലിൻ്റെ ബാംസുരയുടെ ശബ്ദമാധുര്യമൊക്കെ നമ്മളെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭാരതീയ സംഗീതവുമായി ബന്ധപ്പെട്ട് സപ്തസ്വരങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സംഗീത രീതിയാണ് സ, രി, ഗ, മ, പ, ധ, നി, സ. ഈ സപ്തസ്വരങ്ങൾ അധിഷ്ഠിതമാണ് ഭാരതീയ സംഗീതം. അത് ഹിന്ദുസ്ഥാനി ആയാലും കർണാട്ടിക് ആയാലും. അപ്പോൾ ഈ സപ്തസ്വരങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങളാണ് എന്നാണ് പറയുന്നത്. അതിൽ ഷഡ്ജം മയിലുമായി ബന്ധപ്പെട്ട ശബ്ദമാണ്, ഋഷഭം കാളയെ സൂചിപ്പിക്കുന്നു, ഗാന്ധാരം ആട്, മധ്യമം ക്രൗഞ്ചം, പഞ്ചമം കുയിൽ, ധൈവതം കുതിര, നിഷാദം ആന. ഇങ്ങനെ 7 വ്യത്യസ്തമായ മൃഗങ്ങളുടെ ശബ്ദവുമായി ഈ സംഗീതത്തിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. സ മയിൽ, രി കാള, ഗ ആട്, മ ക്രൗഞ്ചം, പ കുയിൽ, ധ കുതിര, നി ആന, നിഷാദം ആന. അപ്പം ഇങ്ങനെ പ്രകൃതിയിലെ മൃഗങ്ങളും പക്ഷികളുമായി ബന്ധപ്പെട്ടാണ് സംഗീതത്തിൻ്റെ അടിസ്ഥാന സ്വരങ്ങൾ, സപ്തസ്വരങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നറിയുമ്പോൾ തന്നെ പ്രകൃതിയും ഈ പറഞ്ഞ സംഗീതവുമായിട്ടുള്ള ബന്ധം നമ്മളുടെ പൂർവികർ എത്ര ശക്തമായിട്ടാണ് നിലനിർത്തിയിരുന്നത് എന്നത് നമുക്ക് മനസ്സിലാവും. നമ്മൾ പ്രധാനമായും ഈ യൂണിറ്റിൽ ചർച്ച ചെയ്യുന്ന ഒരു സാധനം വ്യത്യസ്തമായ സംഗീത രീതികളെക്കുറിച്ചാണ്. എന്തൊക്കെയാണ് നമുക്ക് പരിചയമുള്ള സംഗീത മേഖലകൾ എന്നൊന്ന് പരിശോധിച്ച് നമുക്കറിയാവുന്ന ഒട്ടേറെ മേഖലകളുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം സിനിമാ പാട്ടാണ്. ശാസ്ത്രീയ സംഗീതമുണ്ട്, ഹിന്ദുസ്ഥാനി സംഗീതമുണ്ട്, നാടൻ പാട്ടുണ്ട്, പ്രാർത്ഥനാ പാട്ടുകളുണ്ട്, നാടൻ പാട്ടുകളുണ്ട്, സോപാന സംഗീതമുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഒട്ടേറെ സംഗീത രൂപങ്ങൾ, സംഗീത മേഖലകൾ നമുക്ക് പരിചയമുള്ളതുണ്ട്. അതിൽ ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ ലഘുവായ വിവരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് നാടോടി സംഗീതമാണ്. എന്താണ് നാടോടി സംഗീതം? സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രാദേശികമായ സംഗീതമാണ് നാടോടി സംഗീതം. നാടൊട്ടുക്ക് അല്ലെങ്കിൽ നാടിനരികെ, നാട്ടിൽ പ്രചാരത്തിലുള്ളത് എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. ശാസ്ത്രീയ നിബന്ധനകൾക്കൊന്നും അടിമപ്പെടാതെ, അങ്ങനെ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്താത്ത, നമുക്ക് സാംസ്കാരികമായി അല്ലെങ്കിൽ പൈതൃകങ്ങളായി പകർന്നു കിട്ടിയതാണ് ഈ പറയുന്ന നാടോടി സംഗീതങ്ങൾ. അങ്ങനെ ഗ്രാമ്യ സംഗീതം, ജനകീയ സംഗീതം എന്നൊക്കെ പറയാറുണ്ട്. ദേശത്തിന്റെ സംഗീത പാരമ്പര്യം വിളിച്ചോടുന്ന നാടോടി പാട്ടുകൾ അനുഷ്ഠാനപരം, മതപരം, തൊഴിൽപരം എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി കിടക്കുന്നുണ്ട്. നമുക്കറിയാം, അനുഷ്ഠാനപരമായ ഗാനങ്ങളുണ്ട്, മതപരമായ ഗാനങ്ങളുണ്ട്, തൊഴിൽപരമായ ഗാനങ്ങളുണ്ട്. അനുഷ്ഠാനപരം എന്ന് പറയുമ്പോൾ തെയ്യത്തിൻ്റെയും തിറയുടെയും ഒക്കെയുള്ള സംഗീതങ്ങൾ, അത് ഈ പറയുന്ന അനുഷ്ഠാനപരമാണ്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ ആരാധനയുടെ ഭാഗമായി നടത്തുന്ന പാട്ടുകളുണ്ട്, അത് മതപരമായിട്ടുള്ളതാണ്. അല്ലാതെ വഞ്ചിപ്പാട്ട്, അരവ് പാട്ട് തുടങ്ങി തൊഴിലുമായി ബന്ധപ്പെട്ട പാട്ടുകളും അതിനെ തൊഴിൽപരം എന്നൊക്കെ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. പാഠഭാഗങ്ങൾ വിശദമായി പറഞ്ഞു എന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും ഭാഗം കൂടുതൽ വ്യക്തമാവണമെന്നുണ്ടെങ്കിൽ, വീണ്ടും പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായി നിങ്ങൾക്കത് അറിയിക്കാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ നൽകുന്നു. വാട്സപ്പ് നമ്പറിൽ മെസ്സേജുകളായി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. കൂടുതൽ വിശദമായി പറയേണ്ട കാര്യങ്ങൾ വിശദമായി പറയാൻ തയ്യാറാണ്. നന്ദി.